ഹലോ. അപ്പോൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറേ തുണി എനിക്ക് മടക്കാനുണ്ടായിരുന്നു. സാധാരണ അമ്മയാണ് എനിക്കിതൊക്കെ ചെയ്തു തരുന്നത് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് അമ്മയ്ക്കും നല്ല വയ്യ, ജലദോഷവും പനിയൊക്കെ ഇട്ട് ആൾ കിടപ്പാണ്. അപ്പോൾ ഞാൻ തന്നെ അതങ്ങ് വേഗം അങ്ങ് ചെയ്തു. അപ്പോൾ ഇത് വീട് തൂക്കാനായിട്ട് വന്നപ്പോൾ രാവിലെ കഴുകി വെച്ചിട്ട് ഉണങ്ങാൻ വെച്ച 2 ബോട്ടിലാണ്. പിന്നെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേഗം അങ്ങ് വീടൊക്കെ തൂത്തിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത പണിയെന്ന് പറയുന്നത് ചെടിക്ക് വെള്ളം ഒഴിക്കലാണ് കേട്ടോ. ഇവിടെ ചെടി നടുന്നതും പൂക്കൾ കാണുന്നതും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ഈ ഡ്യൂട്ടിയൊക്കെ എൻ്റെ തന്നെ കേട്ടോ. ആരും ഒന്നും ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഞാൻ പുറകെ നടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അവിടെ വെള്ളം ഒഴിക്കുക, ഈ തുണി വിരിക്കുക, ഇങ്ങനെ പറഞ്ഞ് നടന്നാൽ എല്ലാവരും എനിക്ക് ചെയ്തു തരാം. അല്ലെങ്കിൽ ആരും ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞാനന്നൊരു ചായ ഇട്ട് കുടിക്കാൻ കരുതി അടുക്കളയിലേക്ക് വന്നപ്പോൾ നിറയെ പാത്രങ്ങൾ കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് അടക്കി പെറുക്കിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ വേഗം പാലെടുത്ത് അടുപ്പത്തേക്ക് വെച്ച് കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുവാണേ. മഴ മാത്രമല്ല ശക്തിയായ കാറ്റുണ്ട് കേട്ടോ. ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് പേടിച്ചു പോയി. നല്ല കാറ്റായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അത്താഴത്തിനുള്ള പണി നോക്കാനായിട്ട് വന്നപ്പോൾ നമുക്കിന്ന് കറിക്ക് പോർക്കാണ്. ഇതിവിടെ നാട്ടിൽ തന്നെ വെട്ടിയ പോർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവർ കട്ട് ചെയ്തൊന്നും തന്നില്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ തന്നെ കട്ട് ചെയ്തൊക്കെ എടുക്കണമായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അതും കൂടി കുറച്ച് നേരം മൽപ്പിടുത്തമൊക്കെ പിടിച്ച് അങ്ങനെ പകുതിയോളം ഞാൻ കട്ട് ചെയ്ത് കേട്ടോ. ഞാൻ കട്ട് ചെയ്തിട്ട് അങ്ങ് ശരിയാകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കിതങ്ങനെ പരിചയമില്ലല്ലോ കട്ട് ചെയ്തൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ വന്നിട്ട് അതൊക്കെ നുറുക്കിയൊക്കെ തന്നു. അങ്ങനെ അതൊക്കെ കഴുകി വെച്ചിട്ട് സവാളയും പച്ചമുളകും ഇതൊക്കെ അരിഞ്ഞെടുത്തു കേട്ടോ. എന്നിട്ട് കഴുകി വെച്ച പോർക്കെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് 2 സവാളയും അതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട്. പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന പൊടികൾ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ഇടണം കേട്ടോ. അത് ഞാൻ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അതും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടി തിരുമിയൊക്കെ വെച്ച് ഞാൻ കുക്കറ് വേഗം തന്നെ അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ അതൊക്കെ വിസിൽ വന്ന നേരത്തിന് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചെടുത്തിട്ട് അത് ആ പോർക്കിൻ്റെ നെയ്യ് തന്നെ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി മൂപ്പിച്ചിട്ട് ആ പോർക്കെല്ലാം അതിലേക്ക് ഇട്ട് നന്നായിട്ട് വരട്ടി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിന് കുരുമുളക് പൊടിയും പെരുംജീരക പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് റെഡിയാകുന്ന നേരത്തിന് ഞാൻ ചപ്പാത്തിയും കൂടി റെഡിയാക്കി എടുത്തു. അങ്ങനെ നമ്മുടെ പോർക്ക് കറിയും ചപ്പാത്തിയും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ.